മൺവിളക്കൂതിയില്ലേ കാറ്റിൻ മൺവിളക്കൂതിയില്ലേ ലാലലല്ലാലലല്ലാ. ഞാൻ പറയുന്നത് എന്താണെന്നറിയാം, വേറെ ഒന്നുമല്ല, ഈ ഫാമിലി ബ്ലോഗേഴ്സ് തമ്മിലുള്ള അടിയാണ്. നാറ്റക്കേസാണ്, പറയാനൊന്നും കഴിയില്ല. കാരണം എന്താ അറിയാ, ഇന്നലെ മറ്റേ മല്ലു ഫാമിലിയിലെ സുജിന അവൻ എന്തോ വിളിച്ചിട്ട് മറ്റാരോടോ പറയുന്നുണ്ട്, അല്ലടോ നീ എന്താടോ എൻ്റെ ഭാര്യനെ പറ്റി പറഞ്ഞത്, അല്ല അങ്ങനെ എന്താ നീ അങ്ങനെ പറയാൻ കാരണം എന്നൊക്കെ ചോദിക്കുകയാണ്. നമ്മളെയൊക്കെ ആണെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചോദിക്കാനും പറയാനോ ഇത് വീഡിയോ എടുക്കാനോ ഒന്നുമല്ല നമ്മൾ നിൽക്കുക. നമ്മളെന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൈയിൻ്റെ ചൂട് ആടെ പോയിട്ട് അറിയിക്കും എന്നുള്ളതാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഈ ബ്ലോഗേഴ്സിന് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് തെണ്ടിത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് അതിലൊരു കണ്ടന്റ് ഉണ്ടാക്കുക, അതിലൂടെ കുറച്ച് പൈസ ഉണ്ടാക്കുക. ഇതിലെ നല്ല ഇവറ്റകൾക്ക് തീട്ടം തിന്നാൻ പോയിക്കൂടെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് സ്വന്തം ഭാര്യേൻ്റെ അപബന്ധത്തെ പറ്റിയിട്ട് ഒരുത്തം പറയുമ്പോഴേ അതും കേട്ട് ഇളിച്ചോണ്ട് നിൽക്കുന്ന ഇവനെയൊക്കെ എന്ത് പറയാനാണ്? ഇവനൊക്കെ എത്ര പൈസ ഉണ്ടാക്കിയിട്ടും എന്താ കാര്യം? ഇവനെക്കാട്ടി ഒരുപാട് അന്തസ്സ് വേറെ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കുഞ്ഞാറ്റൻ ഇച്ഛായ എന്ന് പറയുന്ന കുറേ ടീമുകളുണ്ട്. അതായത് വ്ളോഗൊക്കെ കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. കാരണം ഇവരൊക്കെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിഞ്ഞ റീച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ അകത്ത് അഭിപ്രായം പറഞ്ഞാലെങ്കിൽ ഞങ്ങളെയും 10 ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ അതും എനിക്കൊരു ഗുണമാണല്ലോ. അല്ലാതെ എന്ന് പറഞ്ഞ് എനിക്കൊരു കുഴപ്പമില്ല. ഇതിൻ്റെ അകത്തൊക്കെ വരുന്നത് എന്ന് പറഞ്ഞ് ഇവറ്റകൾ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്ത വിഷയങ്ങളാണ്. അതായത് കല്യാണം കഴിച്ച് ഭാര്യയുമായിട്ട് ഇരിക്കുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഇവൻ്റെയൊക്കെ കഴപ്പ് ഇതുപോലെയാണ് തീർത്തുകൊണ്ടിരിക്കുന്നത്. അതായത് വല്ല പെണ്ണിനെയും കൊണ്ടുപോയിട്ട് പെണ്ണിൻ്റെ കൂടെ പോയി ഇരിക്കുക, പിന്നെ ചാറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു പെണ്ണിനെ ചീറ്റ് ചെയ്യുക, ഭാര്യയായിട്ട് വെച്ചു വിളമ്പി തരാനും അതുപോലെ കുഞ്ഞിൻ്റെ കാര്യം നോക്കാനുള്ള ഒരാളും അതുപോലെ മറ്റു പലതും നോക്കാനൊക്കെ വേറൊരാളും എന്നുള്ള തരത്തിലാണ് ഇവനൊക്കെ ജീവിക്കുന്നത് എന്ന് കാണുമ്പോൾ, അതൊക്കെ കാണുന്നത് മുഴുവൻ സ്ത്രീകളാണ് എന്നറിയുമ്പോഴുള്ള ഒരു നമ്മുടെ സമൂഹത്തിൻ്റെ പോക്കെങ്ങോട്ടാണെന്നുള്ള ഒരു ഇതാലോചിക്കുമ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു ലജ്ജ തോന്നുന്നത്. അതായത് ഇതിൻ്റെ അകത്തൊക്കെ കമൻ്റ് ഇടുന്നത് മുഴുവൻ സ്ത്രീകളാണ്. അവർ പറയുന്നത് മോളെ നീ വിഷമിക്കരുത്, മോളെ നീ വിഷമിക്കരുത്, നീ ഇതുപോലെ പ്രതികരിക്കണം മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് അവറ്റകൾ എന്ന് പറഞ്ഞ കുറേ ആൾക്കാർ ഇതിന് കമൻ്റ് കൂട്ടിയിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊക്കെ എനിക്ക് പറഞ്ഞ ചിരിയും വരുന്നുണ്ട്. ഇതൊക്കെ എത്ര പേര് അനുകരിക്കുന്നുണ്ടാകും, അതാണ് നിങ്ങളൊന്ന് നോക്കേണ്ടത്. എത്ര സത്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പം കണ്ട ട്രെയിനും പോയായിരുന്നു. ഞാൻ ഏത് സത്യമായ വിശേഷം പറയുമ്പോഴും ഇതിലൂടെ ട്രെയിന് പോകും എന്നുള്ളതാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ വിചാരിക്കണ്ട ഇവനെപ്പോൾ റെയിൽ പാളത്തിലാണോടെ എന്ന് വിചാരിക്കണ്ട കേട്ടാ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ മുതൽ ഇപ്പോഴും വന്നിട്ടുണ്ട്. ഇപ്പോഴും നേരത്തെ ആ സുജിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു പെണ്ണും മറ്റൊരു പെണ്ണുമായിട്ട് സംസാരിക്കുന്നത് മുഴുവൻ എന്ന് പറഞ്ഞാൽ ഇവനിങ്ങനെ റെക്കോർഡ് ചെയ്യുക. 2 കയ്യിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് പറയുന്നത് എന്താണെന്നറിയാം, നിങ്ങളെ വീട്ടിലൊക്കെ കുഞ്ഞുമക്കളെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും മൊബൈൽ കൊടുക്കാൻ പാടില്ല. കാരണം നിങ്ങളൊക്കെ ചിലപ്പോൾ ഇവരുടെ ആരാധകരായിരിക്കും. ഇവരുടെ കുഞ്ഞുങ്ങളെയും അതുപോലെ ഇവരുടെ വീട്ടിലെ കാര്യങ്ങളും ഇവരുടെ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ ഇവരുടെ ആരാധകരായിരിക്കും. പക്ഷെ എൻ്റെ പൊന്നു മക്കളെ, ഇതിൻ്റെ അകത്ത് നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിഹിതം പോലും തോറ്റുപോകുന്ന പരിപാടികൾ തന്നെയാണ്. സ്വന്തം ഭാര്യയെയും കുടുംബത്തെയും വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്ന ഇവരെയൊക്കെ തീയില്ലാണ്ട് പുകയുണ്ടാവോടോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അല്ലെ ഏടെങ്കിലും ഒരു ചെറിയൊരു കനൽ തരി എവിടെയെങ്കിലും ഉണ്ടാവില്ലേ? അതില്ലാതെ ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അത് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും വേണമെങ്കിൽ തെറ്റാണ്, ഞാനെങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാനെങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇവരുടെയൊക്കെ പേര് ഇതിൻ്റെ അകത്ത് വരുന്നത്? ഏത് ബന്ധത്തിൻ്റെ പേരിലാണ് ഇവരുടെയൊക്കെ പേര് വരുന്നത്? ഇന്നലെ ഇപ്പോഴും സുജിൻ വിളിച്ചു പറയാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടാണ് കുഞ്ഞാറ്റിയുടെ പേര് ഇതിൻ്റെ അകത്ത് വന്നത്? അതൊക്കെ ചോദിക്കേണ്ടതല്ലേ? അതുപോലെ തന്നെ ഈ സുജിൻ്റെ ഭാര്യ എന്ന് പറയുന്നവൻ്റെ പേര് എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് വന്നത്? ഇതൊക്കെ ചോദിക്കേണ്ടതല്ലേ? പക്ഷെ അതൊക്കെ ചോദിക്കേണ്ടത് സോഷ്യൽ മീഡിയ വഴിയാണോ? അതൊക്കെ ചോദിക്കേണ്ട കാര്യങ്ങളാണോ? സോഷ്യൽ മീഡിയ വഴി കുറച്ച് പൈസ കിട്ടും, കുറച്ച് ഡോളർ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ അഭിമാനങ്ങൾ പണയം വെച്ചിട്ടൊക്കെ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നതെന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ എൻ്റെ ഭാര്യനെ പറ്റി ആരാടാ പറയാന്നുള്ളത്? ഇവിടെ നിയമവ്യവസ്ഥയുണ്ട്. അതുപോലെ തന്നെ വേണമെങ്കിൽ നേരിട്ട് പോയി ചോദിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇനി അതുപോലെ തന്നെ ഇത് റെക്കോർഡ് ചെയ്ത് ജനങ്ങളെ കേൾപ്പിക്കാതെ പോയിട്ട് ചോദിക്കാം. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ തൂറിയോനെ ചുമന്ന് കഴിഞ്ഞാൽ ചുമന്നോ വരെ നാറെന്ന് പറഞ്ഞ പോലെയാണ് ഇന്നത്തെ സ്ഥിതി. അതായത് ഈ അവിഹിതത്തിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞിട്ട് പെട്ട് കഴിഞ്ഞാൽ സകലോന് നാറും.
അത് ഇവറ്റകൾക്കൊന്നും അറിയുകയും ചെയ്യില്ല. എന്താ കാരണോ? അതൊന്നും നമുക്ക് പ്രശ്നമല്ലടോ, നമുക്കതൊന്നും വിഷയേ അല്ല, നമ്മൾ ഇതത്ര കണ്ടിയാന്ന്. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെയും കൊണ്ട് റെക്കോർഡ് ചെയ്യുക. ഇപ്പോഴെനിക്ക് തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് കേൾക്കുന്ന പ്രേക്ഷകരാണ് മണ്ടന്മാർ. ഇവരെല്ലാവരും കൂടി ചേർന്ന് സ്വന്തം കുടുംബത്തെ വരെ വിറ്റ് തിന്നുന്ന ഡ്രാമക്കാരാണ്. ഇവരൊക്കെ നാടകക്കാരാണ്, ഇവരൊക്കെ നാടകം കളിക്കുകയാണ്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവർ തമ്മിൽ ആരും തമ്മിലൊരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ഓരോരുത്തന്മാരുടെ കുടുംബം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവനൊക്കെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. പ്രേക്ഷകരുടെ കുടുംബം ഇവനൊക്കെ നശിപ്പിക്കുന്നത്. അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്. അതായത് ഇങ്ങനെയുള്ള ഈ വേട്ടാവളിയന്മാരെയൊക്കെ താങ്ങി നടക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. ഇത്രയും വൃത്തികെട്ട മെസ്സേജ് അയക്കുന്ന ഒരു വേട്ടാവളിയൻ, ഓൻ്റെ പുറകെ നടക്കാൻ ഈച്ച പറ്റിയതുപോലെ, ഓനെ കുറേ ഈച്ചകളും, ഇങ്ങനെ ഈച്ച പറ്റിയതുപോലെ നടക്കാൻ കുറേ കീടങ്ങളും, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടമ്മമാർ അതിൽ കൂടുതൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. കല്യാണം കഴിച്ച മക്കളും ഭാര്യയും ഇവരൊക്കെ ഉള്ളത്. അപ്പോൾ ഇവറ്റകളൊക്കെ ഭർത്താക്കന്മാരുടെ അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്ക്. ഇതിൻ്റെയൊക്കെ വയറും മറ്റേതൊന്നും നടക്കാൻ വേണ്ടിയിട്ട് അയാൾ ഏടിയെല്ലാം പോയിട്ട് ജോലി ചെയ്യുന്നുണ്ടാകും ഇവരെയൊക്കെ വിശ്വസിച്ചുകൊണ്ട്. എന്നിട്ട് ഇവൾ ഇടുന്നെന്താ ഇന്ന് മറ്റവനുമായിട്ട് പഞ്ചാരി അടിക്കുക, അതുപോലെ തന്നെ കൂതറ സംസാരം. അയ്യോ, കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടം തന്നെ. അതിൻ്റെ അകത്തേക്ക് വരുന്ന ഡോളറിന് വേണ്ടിയിട്ടാണ് ഇമാതിരി കൂതറ പണികൾ ചെയ്യുന്നതെന്ന് ആലോചിക്കുമ്പോഴല്ലേ നമ്മുടെ മലയാളികളായ പ്രേക്ഷകരോട് തന്നെ, ഈ കുടുംബ പ്രേക്ഷകരോടെ കുറേ ഇതിൻ്റെ അകത്ത് വന്ന് കമൻ്റ് ഇടുന്ന, എൻ്റെ മോളെ നിനക്കിത് വന്നല്ലോടി, മോളെ നീ അവനെ വിശ്വസിക്കരുത്, മോളെ നീ അവൻ ഇതായിക്കോള്. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത്, എൻ്റെ പൊന്നു മക്കളെ, ഈ അവിഹിതം എന്ന് പറയുന്ന ഈ വേട്ടാവളിയന്മാരെ എൻ്റെ അഭിപ്രായത്തിന് എന്നാ വേണ്ട അറിയാം, മാന്യത ഉണ്ടെങ്കിൽ ആ പിമ്പിളർ പിന്നെ സ്വീകരിക്കരുത്. ഇവൻ്റെ ഒന്നും എന്ന് പറഞ്ഞാൽ പേര് വരെ പറയരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ. ഒരു കാരണവശാലും എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഒന്നും പേര് പോലും ഒരുത്തി പോലും ഉച്ചരിക്കരുത്. ഈ അവിഹിതം എന്നൊക്കെ പറയുന്ന വേട്ടാവളിയന്മാരുടെ കൂടെയുള്ള ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും നല്ലതെന്ന് പറഞ്ഞാൽ ഭ്രാന്തന്മാരുടെ കൂടെ ജീവിക്കുന്നതെന്ന് ഞാൻ പറയുള്ളൂ. അത്രയും ഭയങ്കര കാമഭ്രാന്തുള്ള യുവമാർ. പൈസ കൂടുമ്പോഴാണ് യുവമാർക്കൊക്കെ ഇത് തോന്നുന്നത്. പൈസ കൂടുമ്പോഴേ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചു വിളമ്പി തരാനൊന്നുണ്ട്, ഇനി അത് വേണ്ട, ഇനി അതിനെ പ്രസവിക്കാൻ മാത്രമേ കൊള്ളത്തുള്ളൂ, ഇനി ബാക്കി പഞ്ചാര നമുക്ക് അന്യപുരുഷൻ്റെ ഭാര്യയോട് നടത്താം എന്നുള്ള തരത്തിൽ ഇവരൊക്കെ സംസാരിക്കുന്നു. ഇന്നലെ ഇപ്പോൾ ഒരുപാട് ചാറ്റുകളും ചീറ്റുകളും ഒക്കെ ഞാൻ കണ്ടു കേട്ടാ, കുറച്ചൊക്കെ കേട്ടു. ഇത് മുഴുവൻ കേൾക്കാനുള്ള മാനസികാവസ്ഥയൊന്നും എനിക്കില്ല. കാരണം എന്താ, ഓൻ്റെ ഈ അളിഞ്ഞ ഈ ചാറ്റ് കേൾക്കാനല്ല എനിക്ക് പണി. അപ്പോൾ ചോദിക്കും, നീ എന്തിനാണോ ഈ വീഡിയോ എടുത്തതെന്ന് ചോദിക്കും. ഈ വീഡിയോ എടുത്തത് ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളീ കാണുന്നതൊന്നും അല്ല ഈ ഫാമിലി ബ്ലോഗർമാരുടെ ജീവിതം. അതായത് ഇവരൊക്കെ ഭയങ്കര ഡീസൻ്റാണ്, ഇവരൊക്കെ ഭയങ്കര നല്ല മനുഷ്യരാണ് എന്നൊന്നും നിങ്ങൾ കരുതരുത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ കാണാം, ഒരു ലൈക്ക് ചെയ്യാം, ഇത് നല്ല ഇഷ്ടപ്പെട്ട വീഡിയോ ആണ് എന്നൊക്കെ പറയാം എന്നല്ലാതെ അതിൻ്റെ അകത്ത് പോയിട്ട് അവരുമായിട്ടൊരു ബന്ധമുണ്ടാക്കുക, ഒരു ഫോൺ കോൾ ചെയ്യുക, അല്ലെങ്കിൽ അവരുമായിട്ട് ചാറ്റ് ചെയ്യുക, അവർ നമ്മുടെ മോഹൻലാലിനെ പോലെയും മമ്മൂക്കാനെ പോലെയും അല്ലേ എന്ന് വിചാരിക്കുക. എൻ്റെ പൊന്നു മക്കളെ, അങ്ങനെയൊന്നും വിചാരിക്കരുത്. നിങ്ങളെ ജീവിതം, ഇപ്പോഴും കിട്ടുന്ന ജീവിതം ഉണ്ടല്ലോ, ഇത് കൊഞ്ഞാട്ടിയായി പോകുന്നേ എനിക്ക് പറയാനുള്ളൂ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങളെ ഭർത്താവിനെ ഏൽപ്പിക്കുക, അല്ലാതെ ഇവനൊന്നും മറുപടി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് നാറേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ സുജിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയെ പറ്റിയിട്ട് ആരെങ്കിലും ഇങ്ങനെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം പോയിട്ട് അവനെ കാണുന്നതിന് പകരം ഈ സോഷ്യൽ മീഡിയയിൽ വലിച്ചിട്ടിട്ട് ഇതുപോലെ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം മോശം തന്നെയാണ്. പിന്നെ പറയുന്നത് എന്താ, ഞങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെയാണ് ഡീൽ ചെയ്യുന്നത് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു നാറിയ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.